ഇലക്ഷൻ എക്സ്പേർട്ടിൽ ഇനി കാണാം സ്ഥാനാർത്ഥിക്കൊപ്പം. കോൺഗ്രസ് BJP ധാരണ വടകരയിൽ ശക്തമാണെന്ന് ഇടത് സ്ഥാനാർത്ഥി P. ജയരാജൻ. പഴയ ബേപ്പൂർ വടകര മാതൃകയിലല്ല ഇക്കുറി ധാരണ. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ RSS വോട്ടുകൾ കൂട്ടമായി UDFന് മറിക്കാനാണ് നീക്കമെന്നും ജയരാജൻ ആരോപിച്ചു. ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയും തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് P. ജയരാജൻ 24-നോട് പറഞ്ഞു. ജയരാജൻ വിഷു ദിവസം എന്തു ചെയ്യുന്നു എന്ന് അന്വേഷിക്കാനാണ് 24 ടീം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെത്തിയത്. രാഷ്ട്രീയ പ്രചരണ തിരക്കിനിടയിലും അദ്ദേഹം കുടുംബത്തോടും നാട്ടുകാരോടുമൊപ്പം ചിലവഴിക്കുന്ന ദൃശ്യങ്ങളാണ് ഞങ്ങൾ കണ്ടത്. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ 24-മായി P. ജയരാജൻ പങ്കുവയ്ക്കുകയാണ്. ആദ്യം തന്നെ വിഷു ആശംസകൾ. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഈ തിരക്കിനിടയിൽ ഒരു വിഷു, സാധാരണ താങ്കളെക്കുറിച്ച് മനസ്സിലാക്കിയ ഇത് മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിൽ വലിയ രാഷ്ട്രീയ നേതാവും തിരക്കുള്ള ആളുമൊക്കെ ആണെങ്കിലും ഫാമിലിക്കൊപ്പം നാട്ടുകാർക്കൊപ്പം സമയം ചെലവഴിക്കുന്ന, ഉറ്റവരെയും ബന്ധുക്കളെയും കാണാൻ സമയം ചെലവഴിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഈ ദിവസത്തെ വിഷു? സാധാരണ വിഷുവിനും ഓണത്തിനുമൊക്കെ എല്ലാ കുടുംബാംഗങ്ങളും എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഞങ്ങൾ ഉച്ചയൂണ് കഴിക്കുക. ഇത്തവണ അവരൊക്കെ വരുന്നില്ല. അതേസമയം ഭാര്യയുടെ കുടുംബാംഗങ്ങൾ ഇവരൊക്കെ തന്നെ ഇവിടെയുണ്ട്. പിന്നെ ഞങ്ങളെ നാട്ടുകാരും അവരെല്ലാം തന്നെ നമ്മളെ കുടുംബമാണല്ലോ. ഈ അവർക്കൊപ്പം ഒരു വിഷു പാർട്ടി ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമാണ്. ജില്ലാ സെക്രട്ടറി ചുമതലയിൽ നിന്നും വടകര തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ വടകരയിലെ അവസ്ഥ? പാർട്ടി ഇത്തരമൊരു ദൗത്യം ഏൽപ്പിച്ചതിനെ തുടർന്ന് ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ആ ജനങ്ങളിൽ നിന്ന് വലിയ സ്വീകാര്യതയാണ് കിട്ടിയത്. അത് യുവതീ-യുവാക്കളായാലും സ്ത്രീകളായാലും കുട്ടികളായാലും വയോജനങ്ങളായാലും എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇന്ന് വിഷുവാണ്. ഇതുപോലെ ഒരു ഉത്സവത്തിൻ്റെ ദിനത്തിൽ, ഒരു തിരുവോണം നാളിൽ ഏതാണ്ട് ഈ സമയത്തായിരുന്നു താങ്കളൊരു വലിയ രാഷ്ട്രീയ ആക്രമണത്തിൽ നിന്ന് ഇരയാവുന്നതും അത്ഭുതകരമായി രക്ഷപ്പെട്ടതും. ഈ ഒരു വേളയിൽ അത് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുശേഷം സാധാരണ ജനങ്ങളിൽ നിന്ന് കിട്ടിയൊരു പിന്തുണ, അതിനെക്കുറിച്ച് എങ്ങനെ വിവരിക്കാൻ സാധിക്കും? അന്ന് അവസാനിച്ചു എന്ന് കരുതിയിട്ടാണ് അക്രമികൾ പോയത്. പക്ഷേ ജീവൻ ബാക്കിയായി. പ്രസ്ഥാനവും അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിൻ്റെ മികച്ച പരിചരണവും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീണ്ടും സജീവമായി രംഗത്തേക്ക് വന്നത്. അപ്പോൾ ആ രംഗത്ത് വന്നപ്പോഴും എൻ്റെ അതേ നിലപാട് തുറന്നു. ഞാൻ ആരെയും ആക്രമിക്കാൻ പോയിട്ടതല്ല, പക്ഷേ വർഗീയ തീവ്രവാദ ശക്തികൾക്കെതിരായിട്ട് ഉറച്ച നിലപാട് സ്വീകരിച്ചു. അവർക്കെതിരായിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ചു. ആ ഒരു വിരോധം പകയായിട്ട് മാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്. ഒരു കാര്യം, താങ്കൾ ഇത്തരത്തിൽ ഒരു വലിയ വധശ്രമത്തെ അതിജീവിച്ച് അത്ഭുതകരമായി രക്ഷപ്പെട്ടു വന്ന ആളാണ്. പക്ഷേ താങ്കളെ ഇപ്പോൾ അക്രമത്തിൻ്റെ പേരിലാണ് ഒരുപക്ഷെ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് മറ്റ് സ്ഥാനാർത്ഥികൾ 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളിൽ നിന്നും വ്യത്യസ്തനായി ജയരാജനെ വ്യക്തിപരമായി വേട്ടയാടുന്നതിന് പുറകിലെ അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്ന് പറയാം. അതിൽ എല്ലാ വർഗീയ തീവ്രവാദ ശക്തികൾക്കെതിരായിട്ടും CPM പ്രവർത്തകനായിട്ടുള്ള ഞാൻ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് ഉറച്ച നിലപാടാണ്. കോൺഗ്രസിനെ പോലെ ചളി കുത്തിയ വടി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന നിലപാടല്ല, ഉറച്ച നിലപാട്. ആ ഉറച്ച നിലപാടിൻ്റെ ഫലമായിട്ടാണ് ഈ എല്ലാവരും ചേർന്നിട്ട് എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. കൗതുകരമായിട്ടുള്ള കാര്യം, ഇന്നലെ ഞാൻ തലശ്ശേരി ടൗണിലെ ചില കുടുംബയോഗങ്ങളിലാണ് പങ്കെടുത്തത്. അവിടെ പോയപ്പോൾ മനസ്സിലായത്, ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ വിങ് വീടുകളിൽ കയറി എനിക്ക് നേരെയുള്ള വ്യക്തിഹത്യ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു വീടുകൾ തോറും. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് 5 വർഷം കൂടുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ 5 വർഷത്തെ മോഡിയുടെ ഭരണം, അതിലെ ജനദ്രോഹ നടപടികൾ, അക്രമങ്ങൾ, കലാപങ്ങൾ, ഇവയാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ആ ചർച്ച വഴിതിരിച്ചു വിട്ടുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വ്യക്തിഹത്യാ പ്രചരണത്തിൽ കോൺഗ്രസ് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയും തയ്യാറാവുന്നു എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമായല്ലോ.